ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. ഞാനൊരു സർപ്രൈസ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സർപ്രൈസ് എന്താന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്ക്, എന്നിട്ട് ഞാൻ വരാം. ഓക്കെ? ഞാൻ വിചാരിച്ചെന്തോ കഥ ഉണ്ട്. അല്ലാതെ പൈസ എന്താണ് ഇതെപ്പോ വന്ന് നേരത്തെ വിളിച്ച് പോയിട്ടിരുന്നു എയർപോർട്ടില്. എവിടെ? ഇവിടെ എയർപോർട്ടിലാ? എന്തോ കഥ. എല്ലാവർക്കും ഒരു ഐഡിയ ആയില്ലേ ഞാൻ എന്ത് സർപ്രൈസാണ് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് ഇത്തവണ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തിനാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മുതൽ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. ഒട്ടും എന്താ പറയുക, ഫുൾ ടൈം തലകറക്കം, പിന്നെ ബ്രീത്തിങ് ഇഷ്യൂ. നിങ്ങൾക്കറിയാം, മിക്ക വീഡിയോസിലും എൻ്റെ വോയിസ് എപ്പോഴും ഷെയ്ക്കിംഗ് ആണ്, ബ്രീത്ത് കിട്ടാത്ത പോലെ ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തീരെ വയ്യാതായപ്പോൾ മക്കൾക്ക് ഭയങ്കര വിഷമവും ഇതൊക്കെ. അപ്പം മക്കൾ പറഞ്ഞ്, ഉമ്മച്ചിക്ക് വാപ്പച്ചിനെ കാണണമെങ്കിൽ കുറച്ച് ദിവസം വാപ്പച്ചിൻ്റെ അടുത്ത് പോയി നിന്നോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ പറയൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് എന്തോ നാളെ ടിക്കറ്റ് എന്നുണ്ടെങ്കിൽ ഇന്ന് ടിക്കറ്റ് എടുത്ത് എന്നാലേ പോകുള്ളൂ. ഞാൻ ഒരു ദിവസം നീട്ടി കഴിഞ്ഞാൽ പോകില്ല, മക്കളെ മിസ് ചെയ്യണമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ എന്നും പറഞ്ഞു പോയി. അപ്പോൾ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ എയർപോർട്ടിലേക്ക് പോകുമ്പോഴും വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ്, 8 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അല്ലുവിനോടും അഫ്രീനാനോടും രാത്രിയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മൊക്കെ കൊടുത്ത് കിടന്നുറങ്ങി. വെളുപ്പിന് അവരെ വിളിച്ചില്ല, കാരണം എനിക്ക് അവരെ മുഖത്തൊരു വിഷമം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല. അഫ്രിൻഷ മാത്രമാണ് കൂടെ പോകുന്നത് എയർപോർട്ടിലേക്ക്. അപ്പം നമുക്ക് നമ്മളുടെ ബാക്കി വീഡിയോ കാണാം. അഫ്രിൻഷയും പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ ബ്രദറാണ് ഡ്രൈവ് ചെയ്യുന്നത്. അച്ചു. ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഞങ്ങൾ 3 ആളുമാണ് പോയത്. അപ്പോൾ പോണ വഴി ജസ്റ്റ് ഞങ്ങൾ സ്ഥിരം എന്നെ എയർപോർട്ടിൽ പോയാലും ചായ കുടിക്കാറുള്ള ഷോപ്പാണ് അത്. അവിടെ നിന്ന് ചായ കുടിച്ച് ജസ്റ്റ് ഒരു സ്നാക്ക് കഴിച്ച് അങ്ങനെ എയർപോർട്ടിൽ എത്തുകയാണ് ഗൈസ്. ഈ ടൈമിലൊക്കെ എൻ്റെ ഹാർട്ട് കിടന്നെങ്കിട്ട് ഭയങ്കര ബീപ്പായിരുന്നു. കാരണം മക്കളെ മിസ് ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക, 2 വഞ്ചി കാലിട്ട് നിൽക്കുന്ന പോലെ, അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അഫ്രിൻഷ പറഞ്ഞു, ഉമ്മച്ചി പോയിട്ട് വന്നേ, എന്തിനാണ് വിഷമിക്കണത്, ഞങ്ങൾക്ക് ഇവിടെ ഷെക്കുമില്ലേ. ഷെക്കു എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ. ഷെക്കുണ്ടല്ല, ഒരു കുഴപ്പമില്ല. അപ്പം ലഗേജൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു പെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ലഗേജിലിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഫ്രീ ആയിട്ട് ഒരു യാത്ര ചെയ്യണത്. അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ ഇക്കാക്ക് കൊടുക്കാൻ ജസ്റ്റ് ലിൻഡിൻ്റെ ഒരു ചോക്ലേറ്റും വാങ്ങി. അപ്പോൾ അതൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പൈലറ്റുകളൊക്കെ പോകുന്നുണ്ട്, എയർ ഹോസ്റ്റസും എല്ലാവരും എത്തിയിട്ടുണ്ട്. അധികം നേരമൊന്നും ഇരുന്ന് വെയിറ്റൊന്നും ചെയ്യേണ്ടി വന്നില്ല. എനിക്ക് 2 വോയിസൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട് വീഡിയോയിൽ, പക്ഷേ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടൊരു ചെറിയ അപ്പം നമ്മുടെ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഞാനിതാ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് കാരണം എൻ്റെ സീറ്റ് നമ്പർ 30 ആണ് കേട്ടോ. നമ്മളുടെ പൈലറ്റ്സൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സീറ്റ് നമ്പർ ഏറ്റവും പുറകിലാണ്, 30 ആയിരുന്നു. എൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ വേറെ 2 റോയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി. ഞാനൊന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി വന്ന്, ഇതാണ് ഫ്ലൈറ്റിലെ വാഷ്റൂം. അങ്ങനെ അപ്പോൾ എൻ്റെ 30 സീറ്റ് നമ്പർ സെൻറ്ററിലെ സീറ്റായിരുന്നു 30-ൽ. പക്ഷേ എൻ്റെ അപ്പുറം ഇപ്പുറം 2 ജെൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീർപ്പ് മുട്ടിയിരിക്കേണ്ടത് ഞാൻ ബാക്കിലെ 2 റോയും ഫ്രീ ആയി കിടക്കുന്ന കാരണം അവിടെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വിൻഡോയിൽ കൂടെ എല്ലാ വീഡിയോസും ക്യാപ്ചർ ചെയ്യാൻ പറ്റി. എന്തായാലും യാത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. മക്കളെ വല്ലാതെ മിസ് ചെയ്തിരുന്നു, ഉമ്മച്ചീനെ മിസ് ചെയ്തിരുന്നു. ആ ഒരു വിഷമം മാറ്റി വെച്ചാൽ വേറെ എല്ലാം ഹയറായിരുന്നു. ഇത്തവണ പോരുമ്പോൾ തന്നെ ഉമ്മച്ചി പറഞ്ഞ കാരണം ഞാൻ മാസ്കും ചെവിയിൽ പഞ്ഞിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് ഫ്ലൈറ്റിൽ പോരുമ്പോൾ തുമ്മലും ശ്വാസം മുട്ടും ഒന്നും ഇല്ലാഞ്ഞത്. അതല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറി 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും തുമ്മലൊക്കെ തുടങ്ങും. അപ്പോൾ ഇതേ നമ്മളുടെ ഒമാൻ്റെ ബോർഡർ കണ്ടു തുടങ്ങിയിട്ടാ ഗൈസ്. മാഷാ അല്ലാ, എന്താ ഭംഗിയില്ലേ. ഇങ്ങനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പല ടൈമും നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ടെങ്കിലും ഈ ഒരു വ്യൂ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ആ സ്റ്റാർട്ടിങ് മുതൽ തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി, ഒരു 1-2 മണിക്കൂർ ഉറങ്ങി. പിന്നെ ബാക്കി ടൈം ഞാനിങ്ങനെ ബുക്ക് വായിച്ചും ഇങ്ങനെയൊക്കെ പുറത്തേക്കൊക്കെ നോക്കിയൊക്കെ ഇരുന്ന്. അപ്പോൾ പെട്ടെന്നാണ് ഇതിങ്ങനെ കണ്ടത്. ഫ്ലൈറ്റ് 11:10 ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് 10:30 നേരത്തെ ലാൻഡ് ചെയ്ത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മറ്റേത് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ എന്തെത്താത്ത ചോദിക്കുമ്പോൾ നമുക്ക് ടൈം പോകാത്ത പോലെ തോന്നും. ഓരോ മിനിറ്റും എന്തെങ്കിലും അരമണിക്കൂർ പോലെ ഫീൽ ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഒറ്റക്ക് കാരനാന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് എത്തി, അരമണിക്കൂർ മുന്നേ ലാൻഡ് ചെയ്തു ഫ്ലൈറ്റ്. അങ്ങനെ അപ്പോൾ എനിക്കാകെ ടെൻഷനായി. കാരണം എൻ്റെ സിമ്മ് വർക്ക് ചെയ്യുമോ. ഞാൻ ബ്രദറിൻ്റെ വൈഫിനോടാണ് പറഞ്ഞിട്ടുള്ളത്. ആളാണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ആളൊന്ന് വിളിച്ചറിയിക്കാൻ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ എനിക്ക് ടെൻഷനായി. പക്ഷേ എയർപോർട്ടിൽ കയറിയപ്പോൾ തന്നെ വൈഫൈ കണക്റ്റായി. നമ്മൾ ആദ്യം കണക്റ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വൈഫൈ കണക്റ്റായി. അങ്ങനെ നാത്തൂനെയും വിളിച്ച് വിവരങ്ങൾ പറഞ്ഞ് നേരത്തെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം അറിയിച്ച് ഉമ്മച്ചിനെ വിളിച്ചപ്പോഴാണ് ഷാനുക്ക് ഒരു 3-4 തവണ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബാങ്കിൽ പോയേക്കണ്. അപ്പോൾ ഫോൺ എന്തെന്ന് വെച്ച് ഫോൺ എടുക്കാൻ മറന്നെന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചപ്പോൾ കുളിക്കാൻ കയറിയേക്കണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എമിഗ്രേഷനിൽ നിൽക്കുമ്പോൾ ഇക്കാരെ വെറുതെ വിളിച്ച് നോക്കി, വോയിസ് കോള്. അപ്പോൾ ഇക്ക ഒരു മീറ്റിങ്ങിലാന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്ത് പോസ്റ്റായി. കാരണം നമ്മളെ ഫ്ലൈറ്റ് നേരത്തെ ആയിരുന്നല്ലോ. അപ്പം ലുലുമോളും ലൈസമോളും കൂടെയാണ് എന്നെ വിളിക്കാൻ വന്നത്. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ഷാനുഖാനെ വിളിച്ച് ഷാനുഖ് എവിടെയുള്ളതെന്ന് ചോദിച്ച് അങ്ങോട്ട് പോയി. പക്ഷെ ഷാനുഖാനെ കണ്ട വഴിക്ക് നമ്മളാകെ ഷോക്കായി. നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ള ചിന്ത തന്നെ മറന്നുപോയി. അത് കാരണം ഫസ്റ്റത്തെ ആ ഷോക്കിംഗ് എക്സ്പ്രഷൻ കിട്ടിയില്ല. ഇതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആളിങ്ങനെ വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് തോന്നിയത്. അങ്ങനെ എടുത്തതാണ്. കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ലുലുവിൻ്റെ കൂടെ പോയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ലുലുവിൻ്റെ വിളിക്കാൻ എങ്ങനെ വിളിക്കണോ. ഞാൻ എയർപോർട്ടിൽ നിന്ന് വൈഫൈ കണക്റ്റായിട്ട് വിളിച്ചല്ലേ. കടടുത്തുനിന്ന് ഞങ്ങൾ നേരെ ലിയമോളെ വിളിക്കാൻ പോയി. ലിയമോളെ വിളിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതിയിട്ട് ലിയമോള് ശരിക്കും ഷോക്കായി.
ഇതൊക്കെയാണ് ഞങ്ങളുടെ സർപ്രൈസ് വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ, സീ യു.